തച്ച് കാല് വിളിക്കും നായിന്റെ മോനെ. നാടകം കൊണ്ട് വളപ്പിലേക്ക് പറ്റി. ആദ്യം ഓന്റെ സ്ക്രിപ്റ്റ് കത്തിക്കാൻ പറ്റും നായിന്റെ മോനെ. 1 ലക്ഷം ഉറുപ്പ്യ സമ്മാനം. ഓന് 2 ലക്ഷം ഉറുപ്പ്യ കൊടുക്കാം. നാട്ടിൽ നിന്ന് പോയാൽ മതിയായിരുന്നു. എടാ ആദ്യം നീ 2000-ന്റെ കുറി വെക്ക്, എന്നിട്ട് 2 ലക്ഷം തള്ളു. ഛേ, ആ നാഹർക്ക് ഇത് എന്തിന്റെ കാണാന്ന് എനക്ക് മനസ്സിലാവുന്നത്. നാഹർ മാത്രല്ല മനോട്ടാ, ഈ നാട്ടിലെ എല്ലാവരും ഓൻ്റെ ഒപ്പം. അത്രക്കുണ്ട് നാടകത്തിനോട് നാട്ടുകാർക്ക് പ്രാന്ത്. ഓൺ ട്രെൻഡിങ് ആവും, നോയിക്കോ. അഡ്വാൻസ് വാങ്ങിയ 30 സെന്റ് പോയി. 30 സെന്റ് മാത്രമല്ല, ഷമീറിന്റെ കമ്മീഷൻ 3 ലക്ഷം, അഡ്വാൻസ് വാങ്ങിച്ചിട്ടില്ല 15 ലക്ഷം, കംപ്ലീറ്റ് പോയി. സുരേഷാ, എന്നെ ഒഴിവായി കൂടെ? 3 ലക്ഷം കീശിൽ വെച്ച് നടക്കാൻ കഴിയടാ, ചെലവായി പോയി. അല്ല, ഞാനതിപ്പോ വെക്കുന്നില്ലെങ്കിലോ? പിറ്റാ കമ്മീഷൻ നിനക്ക്. അതുവരെ പലിശ നീ നാടകത്തിൽ അഭിനയിച്ച് തീർക്ക്. നാടക നാളെ ഓഡിഷൻ ഉണ്ട് കേട്ടാ. അപ്പൊ ഷമീറിന്റെ പൈസയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ബാക്കി നിങ്ങൾ മേടിച്ചിട്ട് പുട്ടടിച്ച് 5 ലക്ഷം ഉറുപ്പ്യ. ആ പൈസക്കല്ലേ സുധാരേട്ട പശുവിനെ മേടിച്ചിനി. ഇനിയിപ്പോ ഇങ്ങനെ പശുവിനെ ഓഡിഷന് വിളിക്കുക. ഒന്നുകിൽ എൻ്റെ പൈസ എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഒരു നടിയെ എനിക്ക് തരണം. ഒരു യുവനടീനെ. സുരേഷ, ഇലക്ട്രിസിറ്റി ഓഫീസ് വിറ്റിട്ടാലും നിന്റെ കട ഞാൻ തീർക്കൂട്ടാ. എന്നാലും എനിക്ക് ഇവിടെ നിന്ന് നടീനെ കിട്ടുകയും ചെയ്യും. എന്റെ പേരിൽ ആരും അടികൂടണ്ട, ഞാൻ അഭിനയിക്കാം. നിനക്ക് വില്ലേജ് ഓഫീസിൽ അടിച്ചു വരാൻ പോണ്ടേ? ഞാൻ ഒറ്റയ്ക്ക് അടിച്ചു വാരലൊന്നും വില്ലേജ് ഓഫീസ് വൃത്തിയാവുന്ന എനിക്ക് തോന്നുന്നില്ല. സമ്മതിക്കുള്ള സുരേഷ, സമ്മതിക്കുള്ള സുരേഷ. ആഹാ, ചാരുവച്ചിയുടെ ഗ്രൂപ്പ് ഡാൻസിന്റെ ഫോട്ടോക്ക് താഴെ നിങ്ങൾക്ക് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് കമന്റ് ഇടാം. അതിന്റെ ബിഗ് ബഡ്ജറ്റ് നാടകത്തിൽ അഭിനയിക്കാൻ പോകുന്നത് സഹിക്കുന്നില്ല അല്ലേ? വെറുതെ അല്ലടാ നീ പുഷ്പിക്കാത്ത പുഷ്കരനായത്. കേട്ട ഇവന്റെ കാര്യം എന്തെങ്കിലും നോക്കൂടെ? അമ്മേ, അപ്പൊ കാര്യത്തിലെല്ലാം ഒരു തീരുമാനമായിട്ടുണ്ട്. നാടകത്തിന്റെ ചെലവ്, യുവനടി, ഇനി നിങ്ങൾ എനിക്കൊരു ഓട്ടോറിക്ഷയും കൂടി മേടിച്ചാണ്. ഓട്ടോറിക്ഷ എന്റെ ട്രാവലിംഗ് കൺവീനിയൻസിലായിട്ട്. അവന്തി രാജാവായ ചാരംഗസ്ഥന്റെ മകൻ പുഷ്പാങ്കദൻ എത്ര നിർബന്ധിച്ചിട്ടും കല്യാണത്തിന് സമ്മതിക്കുന്നില്ല. ഓന്റെ അച്ഛൻ കുറെ പറഞ്ഞു നോക്കി, മോനെ പുഷ്പാങ്കദ, പോയി കല്യാണം കഴിക്കൂ മോനെ കല്യാണം. സമ്മതിക്കുന്നില്ല. ഒടുവിൽ പുഷ്പാങ്കദന്റെ ഫ്രണ്ട് പേശാലനൻ ഒരു പരിപാടി ആസൂത്രണം ചെയ്തു. പുഷ്പാങ്കദനെയും കൂട്ടി ടൂർ പോയി റിസോർട്ടിൽ താമസിച്ചു. റിസോർട്ടാ എന്ന് പറഞ്ഞ ഇന്നത്തെ റിസോർട്ട്, അന്നത്തെ കൊട്ടാരോദ്യാനം. ഇനിയിപ്പോ സുരേഷിന് എങ്ങനെയാ ഇത് കണിച്ചു ചെയ്യുന്നു പറയാൻ പറ്റില്ലല്ലോ. കൃഷ്ണേട്ടൻ അഭിനയിക്കുന്നുണ്ടാ? ഓ നിർബന്ധിച്ചാ പോവും, അല്ലാണ്ട് ഞാനായിട്ടില്ല. എന്നാ ഞാനുണ്ട്. നീന്തി കുളിക്കും അച്ഛനോടെ പോന്നെ? അത് നിന്നോട് പറയണ. നാടകം നോക്കി പോവുന്നു മോനെ, പിടിച്ച് കെട്ടിക്കോ. നിനക്കറിയാമേ, അതല്ല ഞാൻ ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ അമ്മയും മോനും വിചാരിച്ചാലൊന്നും എന്നെ ഇവിടെ പിടിച്ച് കെട്ടിയിടാന്ന് വിചാരിക്കണ്ട. ഈ നാട്ടിലൊരു നാടകം നടക്കുമ്പോൾ MT എന്ന് പറയുന്ന ഞാൻ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാടാ ഈ മുടിയും താടിയും വെച്ച് നടക്കുന്നത്? അങ്ങനെ എനക്കും ചോദിക്കാനില്ലത്. എന്തിനാണ് ഈ താടിയും മുടിയും വളർത്തി നടക്കുന്നത്? അതെൻ്റെ ഇഷ്ടം, നീ ആര് ചോദിക്കാൻ? അച്ഛൻ നിങ്ങൾക്ക് 2 പെമ്മക്കളാണെന്ന് ഓർക്കണം. പെങ്ങന്മാർക്ക് കല്യാണപ്രായം എന്നുള്ള കാര്യം നീ ഓർക്കണം. 10-30 വയസ്സായില്ലടാ, ഇനി ഇങ്ങനെ ബസ് ഓടിച്ച് കളിച്ച് നടക്കുക. വണ്ടി മാറ്റി. പറ്റൂല. അച്ഛൻ നാടകത്തിന് പോകാനുള്ള പരിപാടിയാണ്, ഞാൻ വണ്ടി മാറ്റൂല. മാറ്റണ്ട, കാണിച്ചിട എനിക്ക്. നീ നിന്റെ കാറ്റ് പോവാൻ നോക്കിയാൽ മതി. മേഘമാ തൂവാല വീശി മുല്ലപ്പൂ മണമേതിവാ